7 മണിക്ക് വീട്ടിലെത്തണം. അതുകൊണ്ട് 5 മണിക്ക് ഷിഫ്റ്റിൽ നിന്ന് അടി ഉണ്ടാക്കിയിട്ട് ഇറങ്ങി. അതിൻ്റെ ഭാഗ്യം എന്ന് പറയട്ടെ 8:30 വീട്ടിലെത്തിയില്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അങ്ങനെ KSRTC ബസ്സിൽ ഇങ്ങനെ പോകുമ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പുറത്തിരിക്കുമ്പോൾ നല്ലൊരു അടിപൊളി ചെക്കനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇപ്പോഴാണ് എൻ്റെ ഉള്ളിലുള്ള തള്ള വൈബ് എനിക്ക് മനസ്സിലായത്. കാരണം ഓരോ വർഷം പെരുന്നാൾക്ക് പോകുമ്പോഴും എനിക്ക് പ്രായം കൂടി വരികയാണ്. ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ കാര്യത്തിലൂടെ അടക്കാം. വീട്ടിലെത്തിയപ്പോൾ അപ്പാപ്പനെ മാമയൊക്കെ ചോദിക്കാം, മോളെ കുറച്ചും കൂടി നേരം കഴിഞ്ഞ് വരായിരുന്നില്ലേ, അപ്പോൾ നമുക്ക് വീട് പൂട്ടി കിടന്ന് ഉറങ്ങായിരുന്നു എന്ന്. അപ്പാപ്പൻ്റെ ഒരു കോമഡി പാവല്ലേ. അങ്ങനെ ഞാൻ അതൊക്കെ ചിരിച്ച് കളിച്ച് വിട്ടപ്പോഴാണ് എവിടെ നിന്നോ ഒരു ബാൻഡ് സെറ്റിൻ്റെ സൗണ്ട്. നോക്കിയപ്പോൾ അത് ഞങ്ങളുടെ യൂണിറ്റ് അല്ല. കാരണം ഞങ്ങളുടെ യൂണിറ്റിൽ ഇപ്രാവശ്യം കുറച്ച് സമ്പാദ്യം കുറവായതുകൊണ്ട് ശിങ്കാരി മളത്തിൽ ഒതുക്കി. അങ്ങനെ നമുക്ക് പിന്നെ ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ തുള്ളാനായിട്ടുള്ള ഒരു എനർജി എവിടെ നിന്നെങ്കിലും വരുമല്ലോ. എൻ്റെ ചേച്ചിയൊക്കെ ഫ്ലൈറ്റ് പിടിച്ച് ദുബായിൽ നിന്ന് വന്നേക്കാണ്. എന്തിന്? ഈ പെരുന്നാൾ കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡാൻസിലൊരു കുറവും വരുത്തിയില്ല. പൈസ മുതലാക്കണ്ടേ. പിന്നെ വേറൊരു സ്പെഷ്യൽ എന്ന് പറയുന്നത്, ഇന്ന് ഇവിടെ കമ്പിത്തിരി മൂളിയൊക്കെ കത്തിക്കാനായിട്ട് ഞാനായിരുന്നു ആൺതരിയായിട്ട്. കാരണം അനിയൻ വീട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നല്ല ഹാപ്പി.